കുറിച്ച് പച്ച മലയാളത്തിൽ തന്നെ എഴുതിവിട്ടത്. എന്റെ മുഴുവൻ ശ്രോതാക്കളും അവരുടെ ഹൃദയത്തിലൊന്ന് കോറിയിട്. എന്താണ് എഴുതി വെച്ചതെന്ന് കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. ശ്രദ്ധിച്ചില്ലേ? ഒന്നെന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട്, വ്യക്തമായി അറിയുന്നുമുണ്ട്. രണ്ടാമത് പറഞ്ഞത് എന്താ? കൂടെയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും കൂടെ, എല്ലാ മുസ്ലിമീങ്ങളുടെയും കൂടെ റസൂലുള്ളയുണ്ട്. രണ്ടാമതായി പറഞ്ഞത് ഉണ്ടെന്ന് മാത്രമല്ല, ആ നബി തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തത് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം അടിവരയിട്ടുകൊണ്ട് ചിന്തിച്ചോ. ഈ സുന്നത്ത് ജമാഅത്ത് ഇവര് പറയുന്ന സുന്നത്ത് ജമാഅത്താണ് കേട്ടോ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും സമീപത്തു തന്നെയുണ്ട്. ഇനി കേട്ടോളൂ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലും വ്യക്തമാക്കിയതുമാണ്. കളവുകളുടെ കോമ്പലകളാണ് നിങ്ങൾ ഈ കേട്ടത്. ഈ പറഞ്ഞതിൽ ഒന്നിൽ പോലും വസ്തുതകളില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ഈ പഴച്ച വിശ്വാസത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണം ഉദ്ധരിക്കാമോ? ചോദിക്കണം എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് നമ്മെ പലരും പുറത്താക്കുമ്പോ അതിന്റെ പൂർണ്ണമായ കുത്തക ഞങ്ങൾക്കാണെന്ന് പറയുമ്പോ തിരിച്ചു വളരെ വിനയത്തോടെ ചോദിക്കൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മുസ്ലിമിന്റെയും കൂടെയുണ്ടെന്നും നമ്മൾ എന്ത് പറയുന്നതും ചെയ്യുന്നതും എല്ലാം അവിടുന്ന് കാണുന്നുണ്ട്. അവ്യക്തമായിട്ടല്ല, വ്യക്തമായി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് വിശ്വസിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് ധാരാളം ഹദീസുകളിൽ ആ കാര്യം നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുമുണ്ട് പോലും. ധാരാളം ഹദീസ് പോയിട്ട് ഒരൊറ്റ സഹീഹായ ഹദീസിൽ പോലും അത് തെളിയിക്കാൻ ഈ സുന്നത്ത് ജമാഅത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ഓ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സാധ്യമാണോ? വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നു, വിനയത്തിന്റെ ഭാഷയിൽ ചോദിച്ചോളൂ പ്രിയമുള്ളവരെ. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പകർത്തിയെടുത്ത ആ വിശ്വാസമുണ്ടോ, ആ ആചാരമുണ്ടോ? മാത്രമല്ല, ഇനിയും ചിന്തിച്ചോ. ഈ വിശ്വാസ പ്രകാരമതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. മദീനയിലെത്തിയാൽ ചൊല്ലാൻ എന്ന പേരിൽ ഒരാൾ നിർമ്മിച്ചുണ്ടാക്കിയ അറബിയിലെ ചില കവിതകളുണ്ട്. മലയാളികളിലേക്ക് പകർത്തിക്കൊടുത്തിട്ടുള്ള ചില കവിതകളുണ്ട്. അത് മദീനത്ത് പോയിട്ട് ചൊല്ലാറുള്ളതാണ് പോലും. ഇനി ഇവിടെ നിന്നും ചൊല്ലാൻ പോലും എന്താണ് അതിൽ പറയുന്നത്? അലാ യാ റസൂലല്ലാഹി ഇന്നി ബി ത്വയ്ബത്തിൻ ഫഹബ്ലി ബിഗ്ഫിറാനി ദുനൂബി മുമജ്ജദു. ഓ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനിതാ മദീനത്ത് വന്ന് നിൽക്കുകയാണ്, എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരണേ റസൂലേ. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി തേടുന്നു. ഓ മുസ്ലിമേ, ഇതേത് സുന്നത്ത് ജമാഅത്താ? യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതാവ് അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതിക്കൊണ്ട് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണ്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله. യഥാർത്ഥ സുന്നത്ത് ജമാഅത്തുകാരുടെ സ്വഭാവം പറയാണ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? അവരിൽ നിന്ന് വല്ല നീചമായ പ്രവൃത്തിയും വന്നുപോയാൽ, അതല്ലെങ്കിൽ സ്വദേഹങ്ങളോട് അവർ വല്ല അരുതായ്മയും പ്രവർത്തിച്ചാൽ ഉടനെ അവർക്ക് കുറ്റബോധം തോന്നുകയാണ്. അവര് റബ്ബിനെ ഓർക്കുകയാണ്.
ആ റബ്ബിനോട് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പുറത്തു തരണേ അല്ലാ എന്ന് തേടുകയാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുന്നു, വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? ഏത് കൊടും പാപികളോടും ഇസ്ലാം പറയുന്നത് നീ റസൂലുള്ളാഹിനോട് പോയി നിന്റെ സങ്കടം പറഞ്ഞോ എന്നല്ല, ഏത് കൊടും പാപിയോടും പുൽ നബിയെ പറഞ്ഞോളൂ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ധാരാളക്കണക്കിന് പാപങ്ങളുടെ കൂമ്പാരം ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുള്ള എന്റെ അടിമകളോട് പറഞ്ഞേക്കോ, നിരാശപ്പെടല്ല. ഇനി ഞാനൊക്കെ എങ്ങനെ റബ്ബിലേക്ക് മടങ്ങാനാണ്, എന്നോടൊക്കെ അവൻ പൊറുക്കുമോ എന്ന നിരാശയൊന്നും ആർക്കും തോന്നേണ്ടതില്ല. കാരണം റബ്ബ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, അവനേറെ കരുണയുള്ളവനാണ്. ഇതാണല്ലോ അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമായിരിക്കെ അതിൽ നിന്ന് മാറിക്കൊണ്ട്, ഓ റസൂലേ എന്റെ പാപം പൊറുത്ത് തരണേന്ന് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് മദീനത്ത് ചെന്നുകൊണ്ടോ നാട്ടിൽ വെച്ച് എവിടെയെങ്കിലും വെച്ചുകൊണ്ടോ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന രീതി സുന്നത്ത് ജമാഅത്തിന്റെ ഏത് പ്രമാണം കൊണ്ടാണ് തെളിയിക്കാനാവുക? സാധ്യമല്ല. ഉണ്ട് എന്ന് പറഞ്ഞാ പോരാ. എങ്കിൽ മുഴുവൻ പാപികളും ഇനി തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം മദീനയിലേക്ക് വിളിക്കണം എന്ന് പറയണം. ഏത് പാപിയുടെയും തൗബ സ്വീകരിക്കണമെങ്കിൽ തൗബയുടെ നിബന്ധനകൾ നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽക്കേ പഠിച്ചതല്ലേ. തൗബയുടെ നിബന്ധനകളിൽ തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ മദീനത്തേക്ക് റസൂലുള്ളാഹിനോട് ആദ്യം വിളിച്ച് സങ്കടം പറയണം എന്ന ഒരു നിബന്ധന ഇന്ന് വരെ എഴുതപ്പെട്ട് കാണുന്നില്ലല്ലോ. ഇനി നാളെ മുതൽ അത് കുട്ടികളെ പഠിപ്പിക്കുമോ ആവോ, നാളെ അത് പറയാൻ ധൈര്യം കാണിക്കുമോ ആവോ, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പ്രമാണങ്ങളിൽ അങ്ങനെ ഒന്നില്ല. ഇനിയും സഹോദരന്മാരെ, അടുത്ത വരി എന്താണ്? അലാ യാ റസൂലല്ലാഹി നവ്വിർ സരീറതി വജിസ്മി വറൂഹി അൻത നൂറുൻ തുവഖദു. ഓ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഹൃദയത്തിന് പ്രകാശം ചൊരിയണേ, എന്റെ ശരീരത്തിന് പ്രകാശം ചൊരിയണേ, ആത്മാവിന് പ്രകാശം തരണേ. നിങ്ങളാണ് പ്രകാശത്തിന്റെ ഏറ്റവും കത്തിജ്വലിക്കുന്ന പ്രകാശമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുമ്പോൾ, ഓ സഹോദരാ, ചോദിക്ക സ്വന്തത്തോട്. ആ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് എന്താ പഠിപ്പിച്ചത്? പ്രകാശം തേടിക്കോ എന്നോടെന്ന് പറഞ്ഞോ? ഒരിക്കലുമില്ല. മറിച്ച് എന്താണ് അവിടുന്ന് പറഞ്ഞത്? നിസ്കാരത്തിനു വേണ്ടി അവിടുന്ന് മദീനത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്ന നേരത്തും, ഇനി ലോക മുസ്ലിമീങ്ങള് 5 നേരത്തെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ പോലും അല്ലാഹുവിനോട് പ്രകാശം ചോദിക്കുകയാണ്. അല്ലാഹുവിനോടാ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സംഈ നൂറാ വഫീ ബസരി നൂറാ വജഅൽ മിൻ ഖൽഫി നൂറാ വമിൻ അമാമി നൂറാ വജഅൽ മിൻ ഫൗഖി നൂറാ വമിൻ തഹ്തി നൂറാ അല്ലാഹുമ്മ അഅ്തിനി നൂറാ. ഒരു 9 നൂറ് ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ? കൽബിൽ പ്രകാശം ചൊരിയണേ അല്ലാ, നാവിൽ പ്രകാശം ചൊരിയണേ, കണ്ണിൽ പ്രകാശം ചൊരിയണേ, മുന്നിലൂടെ പ്രകാശം തരണേ, പിന്നിലും പ്രകാശം തരണേ, വലത്തും ഇടത്തും തരണേ, മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാം അനുഗ്രഹങ്ങളും തരണേ. അല്ലാഹുവേ പ്രകാശം തരണേ. അതാണ് സുന്നത്ത് ജമാഅത്തുകാരുടെ പ്രകാശതേട്ടം. അതേ അവസരത്തിൽ സുന്നത്ത് ജമാഅത്താണെന്ന് വെറുതെ പറയുന്ന കക്ഷികൾ അവർ റസൂലുള്ളാഹിനോട് അതുപോലെ മറ്റുള്ളവരോട് പ്രകാശത്തിന് വേണ്ടി തേടുന്നു. തീർന്നില്ല സഹോദരന്മാരെ, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സക്കറാത്തിന്റെ ഹാലത്തിൽ എനിക്ക് ഈമാൻ കിട്ടി മരിപ്പിക്കണേ എന്നാണ് അടുത്ത വരിയുടെ ആശയം. സക്കറാത്ത് മരണവേളയിൽ ഈമാൻ കിട്ടി മുസ്ലിമായി മരിപ്പിക്കണേ. ഏത് സുന്നത്ത് ജമാഅത്തിലാണ് റസൂലുള്ളാഹിനോട് അത് തേടാൻ പറഞ്ഞത്?
പ്രമാണം ഉദ്ധരിക്കൂ, കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. മറിച്ച് ലോകത്തിന്റെ നേതാക്കന്മാര്, അമ്പിയാക്കൾ വരെ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാം വരെ, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, നല്ലവരോടൊപ്പം ചേർക്കണേ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂടെയായിക്കൊണ്ട് മരിപ്പിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ വിശ്വാസികളുടെ വിളിയും തേട്ടവും പ്രാർത്ഥനയും അതാണ്. 5 നേരത്തെ നിസ്കാരത്തിലും അതാ ഖബറിന്റെ അദാബുകളിൽ നിന്ന്, അതുപോലെയുള്ള ശിക്ഷകളിൽ നിന്ന്, നരകശിക്ഷകളിൽ നിന്ന്, മരണം മോശമാകുന്നതിൽ നിന്ന്, ജീവിതത്തിൽ ഫിത്നകൾ ഉണ്ടാകുന്നതിൽ നിന്ന് പ്രാർത്ഥിക്കാത്തവർ നിസ്കാരം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അതിലും അതാ ഖബർ ശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന്, എല്ലാ ഫിത്നകളും, ജീവിതകാലത്തുണ്ടാകുന്ന ഫിത്ന, മരണനേരത്ത് ശൈത്താൻ വന്നുകൊണ്ടുണ്ടാക്കുന്ന ഫിത്ന, അതിൽ പെട്ടുകൊണ്ട് കാഫിറായി മരിച്ചു പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോട് തേടാനാണ് ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാര് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാലോ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് തേടുന്നത്. ഞാൻ ഖബറിലായിരിക്കെ എന്നെ രക്ഷിച്ചോളണം. മുൻകർ നകീർ ചോദ്യത്തിന് വരുമ്പോൾ നിങ്ങളാണ് എന്നെ സഹായിക്കേണ്ടത്. മീസാനിൽ നന്മ തിന്മകൾ തൂക്കപ്പെടുമ്പോൾ അങ്ങ് എന്നെ സഹായിയാകണം. വലത് കൈയിൽ എനിക്ക് ഗ്രന്ഥം മേടിച്ചു തരണം. സിറാത്ത് പാലം ഞാൻ കടക്കുമ്പോൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് പാലം കടത്തണേ. അതുപോലെ തന്നെ ഹൗദുൽ കൗസറിൽ നിന്ന് എനിക്ക് കുടിപ്പിക്കണേ എന്ന് തുടങ്ങിയൊക്കെയാണ് അടുത്ത വരികൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എന്താ പറഞ്ഞത്? അവിടുന്ന് വളരെ കൃത്യമായി സമുദായത്തോട് പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറിൽ അതാ തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെണ്മയുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ ഹൗദിൽ നിന്ന് വെള്ളം മുക്കിക്കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സ്റ്റേ ഓർഡർ വരുന്നു. നബിയെ കൊടുത്തുകൂടാ അവർക്ക്. അവര് നിങ്ങൾ പഠിപ്പിച്ച ദീനിൽ, നിങ്ങളതാ സമൂഹത്തിന് പകർന്നു കൊടുത്ത സന്ദേശത്തിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയ കക്ഷികളാണ് പ്രവാചകരെ. അതുകൊണ്ട് അവർക്ക് കുടിപ്പിക്കാൻ കൊടുക്കരുത്, കുടിക്കാൻ കൊടുക്കരുതെന്ന് പറയുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സുഹ്തൻ സുഹ്താ, പോടാ എന്റെ മുമ്പൊന്ന്, മാറിപ്പോ എന്റെ കണ്ണിന്റെ മുമ്പൊന്ന്. ഞാൻ പഠിപ്പിച്ച ദീനിൽ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയവരോട് എനിക്ക് അവരെ കാണണ്ട, എനിക്ക് അവരോട് സംസാരമില്ല.